കച്ചവടത്തിന് പുറമെ മറ്റു പല രംഗങ്ങളിലും ഇട്ടിക്കൊറിയുടെ പേര് പതുക്കെ പൊന്തി വന്നു. ഗണിതത്തിലും ജ്യോതിശാസ്ത്രത്തിലും വിദേശ ഭാഷകളിലുമൊക്കെ ഇട്ടിക്കൊറിക്കുള്ള അറിവിനെ പറ്റി അറിഞ്ഞ പലരും കാണാനും ചിലർ വന്നത് പുതിയ കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യമുണ്ടായിരുന്നു. മറ്റ് പലരും വെറുതെ പരീക്ഷിക്കാനായി. ഇങ്ങനെ വന്നവരെ ഇട്ടിക്കൊറി ശരിക്കും കളിയാക്കി വിടുകയും ചെയ്തു. ഒരിക്കൽ സാമൂതിരിയുടെ കച്ചവടക്കാരെയും നോക്കുന്ന പരപ്പനാട്ട് പണിക്കര് മാളികയിൽ അപ്പനെ കണ്ട് കുരുമുളക് കച്ചവടം ഉറപ്പിച്ച് അച്ചാരം വാങ്ങി പോകാനിരുന്നു. ഇട്ടിക്കൊര ഈടി ഒറ്റ വരുന്നു. മോനല്ലേ ഒരു കൂട്ടൊക്കെ അറിയാമെന്ന് കേട്ടു. ഞാനിപ്പോ 100 വണ്ടി മുളക് കച്ചവടാക്കി അപ്പനോട് 16 അച്ചാരം വാങ്ങി പോകാൻ നിൽക്കുക. എന്റെ മണിശ്ശേരിയിൽ എത്ര പൊൻപണം വെള്ളിക്കാശുണ്ടെന്ന് തുറന്നു നോക്കാണ്ട് പറയാൻ പറ്റൂ. തന്നെ അളക്കാനായുള്ള ആ ചോദ്യം അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇട്ടിക്കുര വിട്ടുകൊടുത്തില്ല. മടി ശീലാക്കിയവന്റെ മടിശീലയിൽ ഒന്നും ഉണ്ടാവില്ല. അക്കാലത്ത് പൊതുവെ മടിയനാണ് എന്ന് പ്രസിദ്ധനായ പണിക്കർക്ക് വല്ലാതെ കൊണ്ടു. എന്താ കളിയാക്കാം? മടിശീല എടുത്ത് തുറക്കാം, നമുക്ക് നോക്കാലോ. പണിക്കർ അരയിലെ മടിശീല എടുത്ത് തുറന്നു നോക്കിയപ്പോൾ ഇട്ടിക്കുര വന്നതുപോലെ അതിന്റെ കാശിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ